അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. കലോത്സവത്തിൻ്റെ സമാപന ദിവസം നിറഞ്ഞ സംതൃപ്തിയുള്ള മുഖങ്ങളാണ് കലോത്സവ വേദിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വരാന്തകളിൽ കുടിവെള്ളം കുട്ടികളെയും വരുന്ന മുഴുവൻ ആളുകളെയും കാത്തിരിക്കുന്നു. അതും ക്ലോറിനേറ്റ് ചെയ്ത ജലം തന്നെ ലഭ്യമാകുന്നു. മാത്രമല്ല, കലോത്സവത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ, ഓരോ ദിവസത്തിൻ്റെയും അവസാന നിമിഷങ്ങളിൽ ഏതാണ്ട് ഒരു വലിയ ഉയരത്തിലുള്ള വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് ചില ആളുകൾ നടന്ന് കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കലോത്സവത്തിൽ പുതുമയുള്ളതാണ്. ആരോഗ്യം, ക്ഷേമം, കുടിവെള്ളം, ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ അടിസ്ഥാന തലത്തിൽ തൊടുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കമ്മിറ്റിയാണ് നമ്മോടൊപ്പമുള്ളത്. ക്ഷേമ കാര്യങ്ങളെ ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കുന്ന കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് ഇന്ന് റൈറ്റ് വിഷൻ്റെ ഫ്ലോറിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏവരെയും വളരെ സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം. എൻ്റെ പേര് രശ്മി ശാന്തൻ. ഞാൻ വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം കെമിസ്ട്രി അധ്യാപികയാണ്. ഈ വർഷം ദേശീയ അധ്യാപക പരിഷത്തിനാണ് ഹെൽത്ത്, വെൽഫെയർ ആൻഡ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള കമ്മിറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൺവീനർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് ഒരിക്കൽ ഒരു കലോത്സവത്തിലെ ട്രോഫി കമ്മിറ്റിയിൽ ജോയിൻറ്റ് കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും ഹെൽത്ത്, വെൽഫെയർ ഞാൻ ആദ്യം വിചാരിച്ചു വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അത്ര റിസ്ക് ഒന്നുമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണെന്നുള്ളത് ആദ്യത്തെ ദിവസം മുതൽ എനിക്ക് ബോധ്യമായി തുടങ്ങി. കാരണം ഇവിടെ വരുന്ന എല്ലാവരുടെയും ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ചും പലതരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം അത്രയും പരിശുദ്ധമായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 20,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു വലിയ ടാങ്ക് ആണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ക്ലോറിനേഷൻ പ്രോസസ്സുകൾ സമയാസമയങ്ങളിൽ നമ്മുടെ വരവൂർ ഹെൽത്ത് സെൻ്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ ജോയ് ജോൺ സാറ്, അതുപോലെ മനോജ് സാറ്, സൂരജ് സാറ്, ഇവരൊക്കെ സമയാസമയങ്ങളിൽ ഇവിടെ വന്ന് ക്ലോറിനേഷൻ ചെയ്യുകയും ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർ പലപ്പോഴും കാണാറുണ്ട് ഒരു ദിവസം മിനിമം 2 പ്രാവശ്യമെങ്കിലും ജോയ് സാർ ആ ടാങ്കിൻ്റെ മുകളിലേക്ക് കയറാറുണ്ട്. ഒരു 4 നില കെട്ടിടത്തിൻ്റെ ഏകദേശം ഉയരമുണ്ട് ആ ടാങ്കിന്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് ഞാൻ പറയാറുണ്ട്, സാറ് ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല, നല്ലൊരു എക്സസൈസാണ് സാറിന്. അതൊരു മിനിമം 2 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം കയറുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കിയിട്ട് പറയും, ടീച്ചറെ ടാങ്കിൽ വെള്ളം കുറയുന്നുണ്ട്, ക്ലോറിനേഷൻ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, ഇനി ടാങ്ക് ഓൺ ചെയ്തോളൂ. സാറ് പറയുമ്പോഴാണ് ഞാൻ ടാങ്ക് മോട്ടർ ഓൺ ചെയ്ത് ടാങ്ക് നിറയ്ക്കുക. പിന്നെ ആംബുലൻസ് ആരോഗ്യ പ്രവർത്തകർ, അവർ വൈകുന്നേരം ഒരു 5 മണി വരെ നഴ്സുമാരുടെ സേവനമുണ്ട്. അത് കഴിഞ്ഞാൽ ആശാവർക്കർമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഫുൾ ടൈം പ്രോഗ്രാം കഴിയുന്നത് വരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവിടെ തന്നെയുണ്ട്. അതുപോലെ ഒരു ആംബുലൻസിൻ്റെ ഡ്രൈവറൊക്കെ ഫുൾ ടൈം ഇവിടെ ഉണ്ട്. വലിയ ദൈവസഹായത്താൽ ഇതുവരെ നമുക്ക് വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ചെറിയ ചെറിയ കേസുകൾ, അതായത് കുട്ടികൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കും ഈ കോമ്പറ്റീഷൻ്റെ സമയത്ത്. എസ്പെഷ്യലി നൃത്തം ഇനങ്ങളിൽ, സംഘനൃത്തം, അതുപോലെ ഭരതനാട്യമുള്ള ഇനങ്ങളിലൊക്കെയുള്ള കുട്ടികൾ മേക്കപ്പ് ഇട്ട് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. ഒപ്പം തന്നെ ഭക്ഷണം സമയത്ത് കഴിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ കാരണം അവർക്കൊരു ചെറിയ തളർച്ചയും ക്ഷീണവും, അതുപോലെ പനിയും. ചില കുട്ടികൾ നല്ല കടുത്ത പനിയോടുകൂടിയൊക്കെയാണ് അവരുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. സംഘനൃത്തത്തിലെ ഒരു കുട്ടിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഒരാൾ കാരണം ഒരു ടീമിൻ്റെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ ആ പനിയോടുകൂടി സ്റ്റേജിൽ കയറി കളിച്ചു. പനി കഴിഞ്ഞ വശം കുട്ടി തളർന്നു വീണു. അപ്പോൾ അത് രാത്രി 9-9:30 സമയത്തോടു കൂടിയാണ്. ആ സമയത്ത് വേഗം തന്നെ ആംബുലൻസ് വന്ന് ഓട്ടുപാറ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഒരുപാട് പ്രാവശ്യം ആംബുലൻസ് പല ട്രിപ്പ് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പ്രശ്നങ്ങളൊന്നും ഗുരുതരമല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് ഒരു കുഞ്ഞിന് പോലും ചെറിയൊരു മുറിവ് പോലും അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോറൽ പോലും പറ്റുമ്പോൾ നമുക്കത് വിഷമമാണ്. പിന്നെയുള്ളത് ഇവിടുത്തെ ടോയ്ലറ്റ് സംവിധാനങ്ങളാണ്. ഒരുപാട് ജനങ്ങൾ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ വന്നു പോകുന്നൊരു സ്ഥലം. പിന്നെ ഗവൺമെൻറ് സ്കൂളിൻ്റേതായ പരിമിതികൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ടോയ്ലറ്റിലും ഒക്കെ പരിമിതികളുണ്ട്. അപ്പോൾ ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകളായിട്ടുള്ള വസന്തേച്ചി, അതേപോലെ കമലേച്ചി, പിന്നെ ലിജിയ, അവരൊക്കെ സമയാസമയങ്ങളിൽ
ടോയ്ലറ്റ് ക്ലീനിങ് നടക്കുന്നുണ്ട്, ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്നു. ആരുടെ ഭാഗത്തു നിന്നും കാര്യമായ പരാതികൾ അതുപോലെ കുടിവെള്ളം ഞങ്ങൾ ആദ്യത്തെ ദിവസം മാത്രം നമുക്ക് ആ ഒരു ഡിസ്പെൻസറും സ്റ്റാൻഡും ലഭ്യമാക്കാൻ വേണ്ടി കുറച്ച് എണ്ണം ഇറക്കി. ബാക്കി ദിവസങ്ങളിൽ ഞങ്ങൾ ഇവിടെ തന്നെ വെള്ളം രാമച്ചമിട്ട് വെള്ളം തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം SPC NSS അതേപോലെ എൻ്റെ ക്ലാസ്സിൽ, ഞാനൊരു ക്ലാസ്സിൻ്റെ ടീച്ചറാണ്, അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഞങ്ങൾ വരാം, വോളണ്ടിയർ ആവാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് അവരാണ് ഇതൊക്കെ റീഫില്ല് ചെയ്ത് സമയാസമയങ്ങളിൽ എല്ലായിടത്തേക്കും എത്തിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ വലിയ ടീച്ചർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് പരാതി വരാൻ സാധ്യതയുള്ള മേഖലയാണ് ടോയ്ലറ്റ്. പ്രത്യേക ഒരു ഈ ടോയ്ലറ്റ് സംവിധാനം സജ്ജമാക്കേണ്ടി വന്നിട്ടുണ്ടോ ഇവിടെ? ഇല്ല, ഓൾറെഡി ഉള്ളതാണ്. സത്യത്തിൽ നോക്കൂ, ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സർക്കാർ വിദ്യാലയത്തിൽ ഇത്തരം വലിയൊരു പരിപാടി നടക്കുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനം നിലവിൽ സർക്കാർ വിദ്യാലയത്തിലുണ്ട് എന്നത് ഒരു വളരെ പോസിറ്റീവായ കാര്യമാണ്. നമ്മളത് കാണാതെ പോയിക്കൂടാ. മാറുന്ന സർക്കാർ വിദ്യാലയത്തിൻ്റെ മുഖം കൂടിയാണ് അത്. സാധാരണ നമ്മൾ ഒരു മേളയൊക്കെ നടക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ടോയ്ലറ്റ് സമുച്ചയം കൊണ്ടുപോയി വെക്കാറുണ്ട്. ഇവിടെ 14 വേദികൾ ഒരു കോമ്പൗണ്ടിനകത്തായിട്ട് പോലും അത് നിലവിലുള്ള സംവിധാനത്തെ തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് വളരെ പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. രണ്ടാമത്തൊരു കാര്യം കൂടി, ഈ സാധാരണ ഇത്തരത്തിലുള്ള ക്ഷേമ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളിൽ ചെറിയ വീഴ്ചകൾ വരുമ്പോഴാണ് വലിയ പരാതികൾ ഉണ്ടാവുക. മറ്റ് കമ്മിറ്റികളുടെ പ്രവർത്തനത്തെക്കാൾ പരാതി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ളത് ഈ കമ്മിറ്റിക്കാണ്. ദാഹിക്കുമ്പോൾ വെള്ളം കിട്ടാതിരിക്കുക, ടോയ്ലറ്റിൽ പോകുമ്പോൾ വെള്ളം കഴിഞ്ഞ സാഹചര്യം ഉണ്ടാവുക, അങ്ങനെയോ മറ്റേ ഒരു കുട്ടി കുഴഞ്ഞു വീഴുമ്പോൾ ആംബുലൻസ് സ്റ്റാർട്ടാവാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങൾ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കമ്മിറ്റിയാണ്. വളരെ പെട്ടെന്ന് മറ്റെല്ലാ മികവുകളെയും മറികടന്ന് ഇത് പുറത്തേക്ക് പോവുകയും ചെയ്യും. പക്ഷേ അത്തരത്തിലുള്ള ഒരു കുഴപ്പങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് വളരെ അതിനുള്ള മുന്നൊരുക്കം കമ്മിറ്റി നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്ത് പറയേണ്ട പ്രവർത്തനം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. അവരിങ്ങനെ ഹരിതകർമ്മസേനയുടെ മറ്റൊരു രൂപം പോലെയാണ്. ഇങ്ങനെ ചുറ്റിലും നടക്കുന്നുണ്ട്, എല്ലായിടത്തും ഒരു ശ്രദ്ധ ഉണ്ട്. ടീച്ചറും വെൽഫെയർ കമ്മിറ്റിയാണ്. ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ധന്യ. ഞാൻ ഇക്കൊല്ലാണ് വരവൂർ സ്കൂളിൽ ജോയിൻ ചെയ്ത്. ഞാൻ ഗസ്റ്റ് ലെക്ചറാണ്. എക്കണോമിക്സ് ആണ് പഠിപ്പിക്കുന്നത്. കമ്മിറ്റി ഉഷാറായിട്ട് പോകുന്നുണ്ട്. അതെ, കമ്മിറ്റി ഉഷാറായി പോകണം. പിന്നെ ഞങ്ങൾ ടീച്ചറുണ്ടല്ലോ, രശ്മി ടീച്ചറുണ്ടല്ലോ, രശ്മി ടീച്ചർ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരും, അതിനനുസരിച്ച് പോകും. നല്ല ടീമായിട്ട് മുമ്പിലേക്ക് പോകുന്നു, ആസ്വദിച്ച് ചെയ്യുന്നു അല്ലേ? അങ്ങനെ ടീച്ചർ രശ്മി ടീച്ചർ എന്തോ കൂട്ടിച്ചേർക്കാനായിട്ട് ഇന്നലെ രാത്രിയിൽ അവിടുത്തെ സ്റ്റേജിൽ ഭരതനാട്യ മത്സരം നടക്കുമ്പോൾ കളിച്ചുകൊണ്ടിരുന്നൊരു കുഞ്ഞ് പെട്ടെന്ന് തലകറങ്ങി വീണു. എൻ്റെ നാട് ആലപ്പുഴയാണ്, അതുകൊണ്ട് സംസാരത്തിൽ ചിലപ്പോൾ ആലപ്പുഴ ശൈലി കയറി വരും. അപ്പോൾ ഒരു കുട്ടി തളർന്നു വീണു. അപ്പോൾ ആംബുലൻസ് വേഗം കൂടെ എത്താൻ ശ്രമിച്ചെങ്കിലും ഗ്രൗണ്ടിലേക്ക് കയറാൻ പറ്റിയില്ല ആംബുലൻസിന്. പക്ഷെ ആ കുട്ടി കുഴപ്പമില്ല, ക്ഷീണം ഓക്കെ ആയി, ആൾ റെഡിയായിരുന്നു. പക്ഷെ എന്നാലും വയ്യ എങ്കിലും എനിക്ക് കളിച്ചിട്ട് ഞാൻ പോവുള്ളൂ, എനിക്ക് കളിക്കണം എന്ന് കുട്ടിക്ക് വാശിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും ഉണ്ടാവുമോ, കുട്ടിക്ക് കളിക്കണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, ഇല്ല എനിക്ക് കളിക്കണം, എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കണം. ശരി, അപ്പോൾ എനിക്ക് ആംബുലൻസ് ആണെങ്കിൽ അങ്ങോട്ട് ഗ്രൗണ്ടിലേക്ക് കയറില്ല, അവിടെ ഒരു സ്ലാബ് കൂടെ വണ്ടി കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവിടെ വരെ വന്നിട്ട് അവസാനം റിവേഴ്സ് എടുത്ത് പോരേണ്ടി വന്നു. അപ്പോൾ പിന്നെ ഞാൻ വേഗം നമ്മുടെ പന്തലിൻ്റെ ചാർജുള്ള അൻസാർ മാഷിനെ വേഗം വിളിച്ചിട്ട് പറഞ്ഞു, മാഷിന്റെ കാർ ഈ സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ അത് എടുത്തോണ്ട് ആ ഗ്രൗണ്ട് വരെ ഒന്ന് വരിക. ആംബുലൻസിന് സമാനമാണോ? അതെ അതെ അതെ, പറയാറുണ്ട്. ഇതിനു മുമ്പത്തെ വെൽഫെയർ കമ്മിറ്റിയുടെ ആംബുലൻസ് സാറിന്റെ കാറായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഒരു സമാധാനത്തിന് ഒന്ന് ആ കാറുമായിട്ട് അവിടം വരെ വരിക, കുഞ്ഞിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എങ്കിലും എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് എത്രയും വേഗം ആംബുലൻസിന്റെ അടുത്തേക്ക് എത്തിക്കാമല്ലോ. അപ്പൊ ഞാൻ പറയാൻ നേരത്തെ വിട്ടുപോയ കാര്യമാണ്, അതൊന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ ഫീൽഡിൽ ആദ്യമാണ് വെൽഫെയർ കമ്മിറ്റി. വലിയ കാര്യമായ പണികൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചെടുത്തതാണ്, പക്ഷേ അതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. SP സാറേ, ഞാൻ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് ഒരു യൂത്ത് ഫെസ്റ്റിവൽ എന്ന് മനസ്സിലാക്കുന്നത്. ഇത് പല പല കമ്മിറ്റികളെ പല പല അധ്യാപക സംഘടനകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്നും എനിക്കറിയണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഞാനിവിടെ ഇതിൽ വന്നപ്പോഴാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ, അതുപോലെ അക്കാദമിക് കൗൺസിൽ എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, കൂടുതലൊന്നും അറിയില്ല. അതെല്ലാം ശരിക്കും മനസ്സിലാക്കിയത് ഈ ഒരു എന്താ പറയുക കലോത്സവത്തിലാണ്. ശരിക്കും
ആഘോഷിക്കുകയാണ്. എല്ലാ ദിവസവും രാത്രി 10 മണിയായിട്ട് ഇവിടുന്ന് ഞാനും ഇവിടുത്തെ പ്രിൻസിപ്പളായ പ്രീത ടീച്ചറും പോകാറുള്ളൂ. എൻ്റെ വീഡിയോയുടെ അടുത്താണ്. വീട്ടുകാരുടെ സപ്പോർട്ട് എടുത്തു പറയേണ്ടതാണ്. കാരണം കുഴപ്പമില്ല, എല്ലാം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട്, വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സമാധാനമായിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ വീട്ടുകാരെയും ഹസ്ബൻഡിനെയും ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആജീവനാന്ത വെൽഫെയർ കമ്മിറ്റിയുടെ കൺവീനർ ആകട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത്. വരവൂരിൽ ഇനി എന്ത് പ്രോഗ്രാം നടക്കുമ്പോഴും വെൽഫെയർ കമ്മിറ്റി ആര് എന്ന് ചോദിച്ചാൽ രശ്മി ടീച്ചറുടെ പേര് ഉയർന്നു വരട്ടെ എന്നാണ് പറയാനുള്ളത്. വർഗീസ് മാഷ്, എങ്ങനെ പോകുന്നു? വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഈ വർഷം അക്കാഡമിക് കൗൺസിലിൻ്റെയും അധ്യാപക സംഘടനകളുടെ തീരുമാനത്തിൻ്റെയും വടക്കാഞ്ചേരി ഉപജില്ലയുടെ തീരുമാനപ്രകാരം ഇപ്രാവശ്യം ദേശീയ അധ്യാപക പരിഷത്തിന് വെൽഫെയർ കമ്മിറ്റിയാണ് കിട്ടിയത്. ഞാൻ ഒന്നും തന്നെ ആലോചിച്ചില്ല. അതുപോലെ രശ്മി ടീച്ചറുണ്ടല്ലോ, ആ ടീച്ചറെ തന്നെയാണ് ഏൽപ്പിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുട്ടികളെ വെച്ച് തന്നെ നമുക്ക് മാക്സിമം മേള നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റും എന്നൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ രശ്മി ടീച്ചറെ ആ ചുമതല ഏൽപ്പിച്ചത്. ഏറ്റെടുത്ത ചുമതല വളരെ ഭംഗിയായി തൻ്റെ സഹപ്രവർത്തകരെ കൊണ്ടും തൻ്റെ കുട്ടികളെ കൊണ്ടും വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. അതിലുപരിയായി വരവൂർ പഞ്ചായത്തിൻ്റെ സപ്പോർട്ട്, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയുടെ സപ്പോർട്ട്, അവയുടെ പ്രവർത്തനം നേരത്തെ പറഞ്ഞതുപോലെ ശ്ലാഘനീയമാണ്. അവർ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഭക്ഷണശാലയുടെ അവിടേക്കായാലും അവിടെ ഓടിയെത്തും. അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് HI പോയി നോക്കുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാം. മാഷെ ഞാൻ 10 മിനിറ്റ് ഞാൻ ഒന്ന് LP സ്കൂളിലേക്ക് ഒന്ന് പോയി വരട്ടെ, മാഷ് ഇവിടെ ഉണ്ടാവില്ലേ എന്ന് വളരെ ആത്മാർത്ഥത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ടീം, ഹെൽത്തിൻ്റെ ടീം നമുക്ക് കിട്ടി. അത് വളരെയധികം ഭാഗ്യമാണ്. നമ്മുടെ കലോത്സവം വളരെ സുഖമായി മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുന്നു. ഗംഭീരമായി ഒന്ന് പരിചയപ്പെടാം. പേര് സജീവ് എന്നാണ്, പള്ളിക്കൽ സ്കൂളിലെ അധ്യാപകനാണ്. ഈ പ്രാവശ്യം വെൽഫെയർ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ പബ്ലിസിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. ആദ്യമായിട്ടാണ് വെൽഫെയറിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരുന്നത്. എന്തായാലും രശ്മി ടീച്ചറെ പോലെ ഈ വരവൂരിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഈ ടീച്ചർ ഇവിടെ ഉണ്ടായത് NTനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം കൃത്യമായി ഈ ഒരു പ്രദേശത്തെ ഒരു അധ്യാപികയെ തന്നെ ഇതിൻ്റെ കൺവീനർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇത് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഈ 4 ദിവസങ്ങളിലും യാതൊരു വിധത്തിലുള്ള പരാതികളോ തടസ്സങ്ങളോ ഇല്ലാതെ, സാധാരണ രീതിയിൽ മാഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കാണ് ഏതൊരു കമ്മിറ്റി വന്നാലും ഏറ്റവും കൂടുതൽ ഭാരം കടന്നു വരാറ്. പക്ഷേ ഈ 4 ദിവസമായിട്ടും ഇതുവരെയും എനിക്ക് വർഗീസ് മാഷക്കോ അല്ലെങ്കിൽ അതുപോലുള്ള അധ്യാപകർക്കോ ഒരു തരത്തിലുള്ള ബേർഡനും ടീച്ചർ ഏൽപ്പിച്ചിട്ടില്ല. അത്രയും കറക്റ്റായി കൊണ്ട് തന്നെ ടീച്ചർ പ്രവർത്തിച്ച് മുന്നോട്ട് പോയി എന്നുള്ളത് വളരെയധികം ടീച്ചറെ അഭിനന്ദിക്കേണ്ടതാണ്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ടീച്ചർ കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാനാണോ? അല്ല, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പാടുമോ എന്ന് ചോദിച്ചാൽ പാടും. എങ്കിലും ഒരു 2 വരി നമുക്ക് വേണ്ടി ഒന്ന് പാടാം. പെട്ടെന്ന് പാടാനൊക്കെ പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ല. ഒന്നാമത് ഇവിടുത്തെ മിനിഞ്ഞാന്ന് ഇവിടെ മഴയൊക്കെ നനഞ്ഞിട്ട് തൊണ്ടയൊക്കെ ഒരു പ്രശ്നമാണ്. അതൊന്നും എനിക്കറിയില്ല. കുഴപ്പമില്ല, സാധകം ചെയ്യാത്തതിന്റെ ഒരു കുഴപ്പം പ്രേക്ഷകർ സഹിച്ചോളും. ടീച്ചർ ധൈര്യമായിട്ട് പാടിക്കോളും. ശരി, ഞാനൊരു പാട്ട് പാടണല്ലേ? പെട്ടെന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂഷനാ. ഓർമ്മയിൽ വരുന്നൊരു പാട്ട് അങ്ങോട്ട് മതി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി ചാരേ വാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. ഗംഭീരം. തീർച്ചയായും അധ്യാപക പ്രതിനിധികളാണ്. അവരവരുടെ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ അതിമനോഹരമായ രീതിയിൽ മുൻപിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കൂടുതൽ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് റൈറ്റ് വിഷന് വേണ്ടി ആശംസിക്കുകയാണ്. കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. ചേലക്കര സെൻട്രൽ സ്കൂൾ. കിൻഡർഗാർട്ടൻ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ള വെൽ സ്ട്രക്ചേർഡ് കരിക്കുലം, പ്രത്യേക പരിചരണവും, ഫ്രീ റോബോട്ടിക്സ് കരിക്കുലം, ഹെൽത്ത് ഓറിയന്റഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫ്രീ മാർഷ്യൽ ആർട്സ് എന്നിവയുൾപ്പെടെ കലാസാംസ്കാരിക മൂല്യമുള്ളവരായി നിങ്ങളുടെ കുട്ടികളെ വാർത്തെടുക്കുന്നു. ചേലക്കര സെൻട്രൽ സ്കൂൾ. 2026-27
26-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.